മൂട്ടയെ തുരത്താം. കിടക്കയിൽ വാസമുറപ്പിച്ച മൂട്ടകൾ രാത്രിയിലാണ് ഉപദ്രവം ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ നിദ്രാരഹിതമായ രാത്രികളാവാം ഇവ സമ്മാനിക്കുക. ചൂട് ലഭിക്കുന്ന സ്ഥലത്ത് വാസമുറപ്പിക്കുന്ന ഇവ രക്തം കുടിച്ചാണ് ജീവിക്കുന്നത്. അക്കാരണത്താൽ തന്നെ ഇവയെ കിടക്കയിൽ നിന്നും ഫർണിച്ചറുകളിൽ നിന്നും നീക്കം ചെയ്യേണ്ടതുണ്ട്. മൂട്ടകൾ കിടക്കവരി, കിടക്ക എന്നിവിടങ്ങളിലൊക്കെ പകൽ സമയത്ത് ഒളിച്ചിരിക്കുകയും രാത്രിയിൽ പുറത്തു വന്ന് രക്തം കുടിക്കുകയും ചെയ്യും. ഇവയെ തടയാനുള്ള ചില മാർഗങ്ങൾ പരിചയപ്പെടാം. എല്ലാ വസ്തുക്കളും പരിശോധിച്ച് മൂട്ടകളെ നീക്കം ചെയ്യുക. എല്ലാത്തിനെയും നീക്കാനാവില്ലെങ്കിലും കുറേ എണ്ണത്തിനെ ഒഴിവാക്കാനാവും. ഫർണിച്ചറുകളും വിരിപ്പുകളും കിടക്കകളും കാർപ്പറ്റ് കർട്ടനുകളുമൊക്കെ വൃത്തിയാക്കുന്നതിലൂടെ ഇവ സാധ്യമാക്കാം. സാധ്യമായ വസ്തുക്കളെല്ലാം ചൂടുവെള്ളത്തിൽ കഴുകുക. ബെഡ്ഷീറ്റുകൾ, കുഷൻ എന്നിവയൊക്കെ തിളച്ച വെള്ളത്തിലിട്ട് ശേഷം കഴുകുക. എന്നാൽ കിടക്ക പോലുള്ള വലിയ വസ്തുക്കൾ ഇത്തരത്തിൽ കഴുകുക സാധ്യമല്ല. അവയ്ക്ക് തുടർന്ന് പറയുന്ന മാർഗങ്ങൾ പിന്തുടരുക. സൂര്യപ്രകാശം. മൂട്ടകളെ നീക്കം ചെയ്യൽ ഫലപ്രദമായ മാർഗമാണ് സൂര്യപ്രകാശം നേരിട്ട് ഏൽപ്പിക്കുന്നത്. എന്നാൽ ഇവയെ തുരത്താൻ സാധ്യമാകുന്ന ചൂട് അവയിൽ ഏൽക്കേണ്ടതുണ്ട്. 60 മുതൽ 80 ഡിഗ്രി ചൂട് ഇതിനാവശ്യമാണ്. തറവിരിപ്പുകൾ പരമാവധി വെയിലേൽക്കുക വിധം മുറ്റത്തോ ടെറസിലോ ഇട്ട് സൂര്യപ്രകാശം ഏൽപ്പിക്കുക. മികച്ച അതിജീവന ശേഷിയുള്ളവയാണ് കീടങ്ങൾ. അതിനാൽ തന്നെ മേൽപ്പറഞ്ഞ മാർഗങ്ങൾ ഫലിച്ചിട്ടുണ്ടാവില്ല. അതിനാൽ വസ്ത്രങ്ങൾ ഡ്രയറിലിട്ട് ഉണക്കുക. ഇത് മൂട്ടയെ കൊല്ലാൻ സഹായിക്കും. കുട്ടികൾക്ക് വളർത്തുമൃഗങ്ങൾക്കും ദോഷകരമല്ലാത്ത കീടനാശിനികൾ ഉപയോഗിക്കുക. മൂട്ടയെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന സോപ്പുകളും പൊടികൾ വിപണിയിൽ ലഭ്യമാണ്. DDT പോലുള്ള കീടനാശിനികൾ ക്യാൻസറിന് ഇടയാക്കുമെന്നതിനാൽ അവ ഉപയോഗിക്കാതിരിക്കുക. കറുവാപ്പട്ട ഓയിൽ, കർപ്പൂര ഓയിൽ. മൂട്ടകളെ കൊല്ലാൻ സഹായിക്കുന്നതാണ് കറുവാപ്പട്ട ഓയിൽ. ഇത് സ്പ്രേയറിൽ നിറച്ച് ഉപയോഗിച്ചാൽ വേഗത്തിൽ തന്നെ ഇവയെ കൊല്ലാനാവും. കർപ്പൂര ഓയിലിനും കിടക്കയിലെ മൂട്ടകളെ തുരത്താനാവും. ഇതിന്റെ ഗന്ധം അവയ്ക്ക് അസഹ്യമാണ്. അതേസമയം കർപ്പൂര ഗന്ധം നല്ലതായതിനാൽ മുറിയിൽ സുഗന്ധവും ഉണ്ടാകും.